Hi friends, എല്ലാവർക്കും വർക്ക്ഷോപ്പ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടോർച്ചാണ്. ടോർച്ച് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ടോർച്ചല്ല, നമുക്ക് ബാറ്ററിയും കറണ്ടും ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടോർച്ച്. ഇത് തന്നെയാണ് നമ്മുടെ സാധനം, ടോർച്ച്. അപ്പോൾ ഇത് നമുക്ക് ട്രാവൽ ചെയ്യുന്നവർക്കും ഒക്കെ എമർജൻസി സിറ്റുവേഷനിലേക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലിവർ കണ്ട, ഈ ലിവർ പിടിച്ചൊന്ന് കറക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, സാധനം കത്തിക്കോളും. ഇതിൽ നമുക്ക് കറണ്ടിൻ്റെ ബാറ്ററിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലൈൻ്റ് ആവുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ബാറ്ററി ബോർഡ്, സാധാരണ ടോർച്ചിൽ ബാറ്ററി ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആവാറ്. അപ്പോൾ അതൊന്നും ഇതിൽ ഉപയോഗിക്കാത്തത് കാരണം തന്നെ ഇത് കംപ്ലൈൻ്റ് ആവില്ല എന്ന് തന്നെയാണ്, പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ടോർച്ചിൻ്റെ ഒരു ഡെമോയിൽ ആദ്യം തന്നെ പോകാം. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ പോവാം. ഇതിൻ്റെ യഥാർത്ഥ എങ്ങനെയാണ് ഇതിൻ്റെ വെളിച്ചം അറിയണമെങ്കിൽ നമുക്ക് രാത്രി തന്നെ കത്തിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മളിത് രാത്രി കത്തിച്ച് നോക്കിയിട്ട് ആ ഒരു ഡെമോ ഞാൻ വീഡിയോയുടെ അവസാനം ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ടോർച്ച് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വലിയ ചിലവൊന്നും മഞ്ഞില്ല, എങ്കിലും വലിയ പണിയും മഞ്ഞില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ശരിയാണ്. ആദ്യം തന്നെ നമുക്കൊരു 1.5 ഇഞ്ചിനെ 2 ഇഞ്ച് ആക്കുന്ന PVC റെഡ്യൂസർ വേണം. പിന്നെ അതിനോടൊപ്പം ഒരു ഗിയർ മോട്ടറും വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 12 വോൾട്ട് 60 RPM ഗിയർ മോട്ടറാണ്. ഗിയർ മോട്ടർ വീഡിയോ കാണുന്നത് പോലെ നമ്മളുടെ റെഡ്യൂസറിൻ്റെ 2 ഇഞ്ച് സൈഡിലേക്ക് കയറ്റി വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആ 2 ഇഞ്ച് സൈഡിലൊരു ഹോൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഹോൾഡായി കഴിഞ്ഞു. ഇനി ആ ഗിയർ മോട്ടർ എടുത്ത ഹോളിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വെക്കാനുള്ളതാണ്. അപ്പോൾ ആ സൈസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇനി ഒരു പഴയ ടോർച്ചാണ് ആവശ്യം. ആ ടോർച്ചിൻ്റെ LED മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ കംപ്ലൈൻ്റ് ആയ ടോർച്ചാണിത്. അതിൻ്റെ ബാറ്ററി ബോർഡ് ഏതെങ്കിലും ആയിരിക്കും കംപ്ലൈൻ്റ് ആയിരിക്കണേ. LED അങ്ങനെ കംപ്ലൈൻ്റ് ആവാറില്ല. ഒരു ടോർച്ച് വീഡിയോ കാണുന്ന പോലെ അയച്ച് അതിൻ്റെ LED മാത്രം നമുക്ക് എടുക്കണം. ഇനി നമ്മളെടുക്കുന്ന ഈ LED വർക്കിംഗ് ആണോ എന്നൊരു ബാറ്ററി വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ എടുത്ത ടോർച്ചിൽ 2 രീതിയിൽ ലൈറ്റ് എത്തുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അതിൽ 3 വയർ ഉണ്ടായത്. ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന ടോർച്ചിൽ 2 വയർ ഉണ്ടാവുള്ളൂ. ഇതുപോലെ 3 വയറുള്ള ടോർച്ചാണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് വയർ ബ്ലാക്ക് തന്നെ ആയിരിക്കും, പോസിറ്റീവ് വയർ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ വർക്കിന് വേണ്ടി ആ 2 പോസിറ്റീവ് ലൈനും കൂടി ലൂപ്പ് ചെയ്ത് ഒന്നാക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഒരു വയർ എടുത്ത് LED ബൾബിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പൊളാരിറ്റി മാറിപ്പോകാതെ തന്നെ സോൾഡർ ചെയ്തെടുക്കണം. ഇനി നമ്മൾ അടുത്ത പണിയിൽ കിടക്കുന്നതിന് മുമ്പ് സോൾഡർ ചെയ്ത വയറുകൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എടുത്ത അതേ സൈസ് തന്നെ ഒരു റെഡ്യൂസർ കൂടി എടുക്കണം. ആ റെഡ്യൂസറിൻ്റെ വീഡിയോ കാണുന്നത് പോലെ നമുക്ക് ഉൾഭാഗം ആ 1.5 ഇഞ്ച് പീസ് മാത്രം മതി. അപ്പോൾ ആ റിങ് അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം.
ഇനി നമ്മളുടെ ആ LED ഇതിലേക്ക് കടത്തി വെച്ച് നോക്കണം. നമ്മുടെ റിഫ്ലക്ടറും കൂടിയാണ് LED ഡ്രോപ്പ് കൊടുത്തത്. അപ്പോൾ റിഫ്ലക്ടർ അതിൽ കറക്റ്റായിട്ട് ഇരിക്കേണ്ടതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഉള്ളിലുള്ള ആ ഒരു റിങ് ഉണ്ട്, ആ ഒരു റിങ് കൂടി കട്ട് ചെയ്ത് കളഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കും നമുക്ക്. അപ്പോൾ ഞാൻ അവിടെ റിങ് കട്ട് ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് ഉറച്ച് നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റിഫ്ലക്ടർ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നമുക്കതൊന്ന് ഒട്ടിക്കാനോടെ ഉള്ളൂ. ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് PVC പൈപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ 2 റെഡ്യൂസറുകൾ റെഡിയാക്കി വെച്ചായിരുന്നു. അത് രണ്ടും ആ PVC പൈപ്പിൻ്റെ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. പൈപ്പ് 1.5 ഇഞ്ച് ആയതുകൊണ്ട് റെഡ്യൂസറിൻ്റെ 1.5 ഇഞ്ച് സൈഡ് തന്നെയാണ് പൈപ്പിൽ കയറുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കളറായി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു സ്പ്രേ പെയിൻറ് എടുത്തിട്ട് ബ്ലാക്ക് കളറാക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ LED ബോർഡ് അതുമ്മ കറക്റ്റായിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. വീഡിയോ കാണുന്ന പോലെ തന്നെ ഒട്ടിക്കണം. ഇനി നമുക്ക് ആ LED 2 വയറുണ്ടായത് ആ ഗിയർ മോട്ടറിൻ്റെ 2 ലെഗിലായിട്ട് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കണം. അടുത്ത നമുക്ക് ഗിയർ മോട്ടർ വീഡിയോ കാണുന്ന പോലെ ആ റെഡ്യൂസറിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് കയറ്റി ഒട്ടിച്ച് വെക്കണം. അതുപോലെ ഗിയർ മോട്ടറിൻ്റെ ബോഡിയിൽ കുറച്ച് ഹോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഹോളിലേക്ക് നമ്മുടെ റെഡ്യൂസറിൻ്റെ പുറത്ത് നിന്ന് ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ചാൽ അത് അവിടെ ടൈറ്റായിട്ട് നിന്നോളൂ. നമ്മൾ ഒട്ടിച്ചുകൊണ്ട് മാത്രം അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കില്ല. അപ്പോൾ നമ്മുടെ ഗിയർ മോട്ടർ അതിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 ഇഞ്ച് PVC പൈപ്പ് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1 ഇഞ്ച് നീളമുള്ള പീസ് എടുത്തതാണ്. അതൊക്കെ അതിലും ചെറുതായാലും കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു ഫോം ബോർഡിൻ്റെ പീസിൽ ആ 2 ഇഞ്ച് പൈപ്പിൻ്റെ പുറം അളവ് വരച്ചെടുക്കുകയാണ്. അകത്ത അളവ് എടുക്കരുത്, പുറത്തളവ് തന്നെ എടുക്കണം. വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താറുണ്ട്. ആ കട്ട് ചെയ്ത പീസ് നമുക്ക് ആ PVC പൈപ്പിന് മുകളിൽ കുറച്ച് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ്. നമ്മളിപ്പോൾ റെഡിയാക്കിയ പീസ് നമ്മൾ ആ റെഡ്യൂസറിൻ്റെ ബാക്ക് സൈഡിലേക്ക് കയറ്റി വെക്കുകയാണ് വീഡിയോ കാണുന്ന പോലെ. വേണമെങ്കിൽ അത് എന്തെങ്കിലും ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച ശേഷം അതും കൂടി ആ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചേക്കാം. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഐറ്റം.
ഇനി നമുക്ക് വീഡിയോ കാണുന്ന പോലെ ചെറിയൊരു ഇരുമ്പ് കമ്പിയുടെ പീസ് വേണം. നമ്മളുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റും ഓൾറെഡി ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹോളിലേക്ക് കറക്റ്റായിട്ട് കയറി നിൽക്കാവുന്ന രീതിയിലുള്ള കമ്പി തന്നെ സെലക്ട് ചെയ്യണം. ഇനി ആ കമ്പിയുടെ ഒരറ്റ നമ്മൾ വീഡിയോ കാണുന്ന പോലെ എൽ ഷേപ്പിലൊന്ന് വളച്ചെടുക്കണം. അത് കഴിഞ്ഞ് വീഡിയോ കാണുന്ന പോലെ ഒരു സൂപ്പർ ഗ്ലൂ വെച്ച് ആ പീസ് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ടോർച്ചിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ കാണുന്ന പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹാൻഡ് പവേർഡ് ടോർച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും